ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ പോകുന്നത് കോഫി പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ കോഫി പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കോഫി വെച്ചിട്ട് ചെയ്യുന്ന പെയിൻറ്റിങ്സിനെയാണ് കോഫി പെയിൻറ്റിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ കോഫി കളേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നതിന് നമ്മൾ കോഫി പെയിൻറ്റിംഗ് എന്നാണ് പറയുക. സാധാരണയായിട്ട് നമ്മൾ ക്യാൻവാസിലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാനൊക്കെയാണ് കോഫി പെയിൻറ്റിംഗ് ഉപയോഗിക്കുക. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സുകളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോഫി പെയിൻറ്റിംഗ് ആണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള കോഫി വെച്ചിട്ടുള്ള പെയിൻറ്റിങ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുമ്പ് ഡൈ എന്നൊക്കെ കാണിച്ചിട്ടില്ല, അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു വർക്ക് നമ്മൾ ടീച്ചറുടെ അടുത്ത് പോയിട്ട് ഫീ ഒക്കെ കൊടുത്ത് പഠിച്ചെടുത്ത ഒരു വർക്കാണ്. 10 years ബാക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മൾ പഠിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കളർ മിക്സിങ്, ഇതിൻ്റെ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കുക. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ തുണികളിൽ ചെയ്യുന്നത്. പക്ഷേ തുണികളിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫാബ്രിക്കോ അല്ലെങ്കിൽ അക്രിലിക്കോ ഒക്കെ യൂസ് ചെയ്യണം. കാരണം സാധാരണ കോഫി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് കഴുകുമ്പോൾ പോകും. അപ്പോൾ നമുക്കത് തുണികളിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വരക്കാൻ അറിയാത്തവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് വീട്ടമ്മമാർക്കൊരു വരുമാന മാർഗ്ഗം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വരക്കാൻ പറ്റത്തില്ല, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് ആകെ വേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റ് എടുക്കുക, ഒരു ഡിസൈൻ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ള ആ ഒരു യെല്ലോ പേപ്പർ ഉണ്ടല്ലോ, കാർബൺ പേപ്പർ, അത് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഒരു ട്രേസിങ് പേപ്പർ കളറൊക്കെ പോയതാണ്, കുറേ മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പം ഇപ്പോൾ ഒന്നും ഞാൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല. ആ ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ പെൻസിൽ വെച്ചിട്ട് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാ ഭാഗമൊന്നും പിടിക്കണില്ല ആ ഒരു കാർബൺ പേപ്പറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു കാർബൺ പേപ്പർ വാങ്ങിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ട്രേസ് ചെയ്തെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാർബൺ പേപ്പർ അടിയിൽ വെക്കുക, നമ്മൾ ഡിസൈൻ മുകളിൽ വെച്ചിട്ട് ഏത് തുണിയിലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഡ്രോ ചെയ്തെടുക്കുക. അപ്പോൾ ചുരിദാർ അല്ലെങ്കിൽ സാരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ ഒരു പേപ്പർ എന്തെങ്കിലും വെക്കുക. കാരണം ഇത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കളറ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്പ്രെഡ് ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാരി ചുരിദാർ അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ എന്തെങ്കിലും ഒരു കട്ടിയുള്ള പേപ്പറൊക്കെ വെക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ഫെവിക്രിലിൻ്റെ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഫെവിക്രിലിൻ്റെ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്രൗൺ കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളർ വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ കളർ വാങ്ങിക്കുമ്പോൾ കോഫി പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഫി റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ്, അപ്പോൾ കോഫിയുടെ കളർ അറിയാലോ, ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും ഒക്കെയാണുള്ളത്. അപ്പോൾ യെല്ലോ, നമുക്ക് ഡാർക്ക് ബ്രൗണും അതുപോലെ തന്നെ യെല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൽ വൈറ്റും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ലൈറ്റൻ ചെയ്തെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഒരു 2-3 കളേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ കോഫി പെയിൻറ്റിങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡാർക്ക് ബ്രൗൺ ആണ് പുറത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ബ്രൗൺ, അത് നമ്മൾ ബ്രൗണിലേക്ക് യെല്ലോ ചേർത്തിട്ട് ഒന്ന് ലൈറ്റാക്കി എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ നമ്മൾ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് വരുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വൈറ്റ് മിക്സ് ചെയ്തിട്ട് കൊടുത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഷെയ്ഡിംഗ് ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉള്ളിൽ നമ്മൾ ലൈറ്റ് ബ്രൗൺ കൊടുത്തതിന് ശേഷം ഔട്ടർ പോർഷൻ മാത്രം ഡാർക്കൻ ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നല്ല ഭംഗിയിൽ നമുക്ക് സാരി ആണെന്നുണ്ടെങ്കിൽ ചുരിദാർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഷെയ്ഡിങ് അറിയില്ല എന്ന് വിചാരിച്ച് ചെയ്യാണ്ടിരിക്കണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കോഫി പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഷെയ്ഡിങ് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയ്ഡിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ നമ്മൾ ആ ഒരു ഷെയ്ഡിൽ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ലൈറ്റ് ഷെയ്ഡ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ ഒന്നുകൂടെ നല്ലൊരു ഒറിജിനൽ ലുക്ക് കിട്ടും. നമ്മൾ ഏത് ഫ്ലവറോ അല്ലെങ്കിൽ ഏത് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാവും. പിന്നെ നമ്മൾ നടുക്കുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടാണ് നമ്മൾ ആ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആ ഒരു ഫ്ലവറിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്ലാക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ട് 2 ദിവസം ഉണങ്ങാൻ വെക്കുക. അതിനുശേഷം നമ്മൾ മറിച്ചിട്ടതിന് ശേഷം അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുണികളിലൊക്കെ ഇത് സ്റ്റിഫായി നിന്നോളും. പിന്നെ അങ്ങനെ കഴുകിയാലൊന്നും പോകത്തില്ല. അപ്പോൾ നമുക്ക് ഡ്രസ്സുകളിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ചെറിയ പൂക്കളൊക്കെ എടുത്തിട്ട് വരഞ്ഞ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്